9 വർഷത്തെ പ്രണയത്തിന് ശേഷം ഒടുവിൽ മരണമാണ് സംഭവിച്ചത്. അൽമ കൊലക്കേസ്. പ്രണയത്തിനൊടുവിൽ വെട്ടിക്കൊലപ്പെടുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് ഈ സോഷ്യൽ മീഡിയയാണ് ഇവിടുത്തെ മെയിൻ വില്ലനായിട്ട് വിഷ്ണുനാഥിൻ്റെ മൊഴി സൂചിപ്പിക്കുന്നത്. ഭർത്താവാണ്, അൽമയുടെ ഭർത്താവാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഇവർ തമ്മിൽ പൊതുവെ പ്രശ്നങ്ങളൊന്നുമില്ല. അധ്യാപകനാണ് ഈ പറയുന്ന വിഷ്ണുനാഥ്. 9 വർഷത്തെ പ്രണയം. സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന പെൺകുട്ടി. പൂക്കളെയും പൂച്ചകളെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന, മൃഗങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള, യാത്രകളെ സ്നേഹിച്ചിരുന്ന വളരെ മിടുക്കിയായ ഒരു സുന്ദരിക്കുട്ടി. പക്ഷേ അയൽക്കാരുമായൊന്നും ഈ അൽമയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പിന്നെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ 10,000 പിന്തുടരുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട്, പിന്നെ പൂക്കളുടെയും മൃഗങ്ങളുടെയും പടം ഷെയർ ചെയ്തിട്ടുള്ള അൽമ ML എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഇത്രയുമാണ് അൽമ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് പുറം ലോകത്തിന് അറിയാവുന്നത്. പക്ഷേ ഇത് സംശയം കൊണ്ടുണ്ടായ ഒരു കൊലപാതകമാണ് എന്നാണ് ആദ്യം പോലീസ് സംശയിച്ചിരുന്നത്. അതിനുശേഷം ഇവർക്ക് വിവാഹത്തിന് ശേഷം ഇത്രയും നാളുകളായിട്ടും കുഞ്ഞുങ്ങളില്ല. അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടാകത്തതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ നിന്നാണ് കൊലപാതകമെന്ന് പിന്നീട് ഊഹാപോഹങ്ങൾ വന്നു. അവസാനം ഇന്ന് വന്നിട്ടുള്ള മൊഴിയിൽ വ്യക്തമായിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിലെ ഉപയോഗം അതാണ് അൽമയെ വെട്ടിക്കൊലപ്പെടുത്തുവാനുള്ള കാരണമെന്നാണ് വിഷ്ണുനാഥ് മൊഴി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ യുവതലമുറ അതിനുള്ളിൽ മാത്രമായിട്ട് ജീവിതത്തെ ഒതുക്കി തുടങ്ങി. മുൻപെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വൈകുന്നേരങ്ങളിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് ലൈബ്രറിയിൽ ചെന്ന് ഏതെങ്കിലും പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് അത് വായിച്ച് അതിലെ കഥാപാത്രങ്ങളെ സാങ്കല്പികമായി കണ്ട് കിടന്നുറങ്ങി പിന്നീട് ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനോ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു തലമുറ ഇന്ന് വൈകുന്നേരങ്ങളിലെ കളിക്കളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു. ഗ്രൗണ്ടുകളെല്ലാം കാലിയായി. അതുപോലെ തന്നെ വായനശാലകൾ പകുതിയോളം എണ്ണം അടച്ചുപൂട്ടപ്പെട്ടു. പുസ്തകമെന്ന് പറയുന്നത് പാഠപുസ്തകങ്ങൾ പഠന കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർഷാവസാനമായി കഴിഞ്ഞാൽ തൂക്കി വിൽക്കുന്ന ഒരു വസ്തു മാത്രമായിട്ട് പുസ്തകങ്ങൾ മാറി. പുതിയ പുതിയ എഴുത്തുകാർ വരുന്നതെല്ലാം അവർ പോലും ഓൺലൈൻ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങി. എല്ലാം ഓൺലൈനായി. കയ്യിലിരിക്കുന്ന ഈ ചെറിയ സ്ക്രീനിലെല്ലാം കിട്ടുമെന്നായി, സൗഹൃദങ്ങളെ കിട്ടുമെന്നായി, എൻ്റർടൈൻമെൻറ്റ്സ് കിട്ടുമെന്നായി, വായന കിട്ടുമെന്നായി. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തൊട്ട അയൽപക്കത്തുള്ളത് ആരെന്ന് പോലും നമുക്കറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറി തുടങ്ങി. അത് വളരെയധികം ഭയപ്പെടേണ്ട ഒരു വസ്തുതയാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ തൊട്ട അയൽപക്കത്ത് ഒരു ചെമ്പരത്തി കൊണ്ടുള്ള ഒരു വേലിയാണ് മറ. അതും വെറും അരപ്പൊക്കത്തിലുള്ള, അത് അതിര് തിരിക്കുന്നതാണ്. അതിനക്കരെ ഇക്കരെ നിന്ന് എൻ്റെ അമ്മയും അയൽവക്കത്തെ ചേച്ചിയെ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് പോലും പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഈ വീട്ടിലെ അടുക്കളയിൽ എന്തുണ്ടാക്കുന്നു അത് അവിടുത്തെ മുറ്റത്തേക്കും, അവിടെ എന്തുണ്ടാക്കുന്നു, സ്പെഷ്യലായി എന്തുണ്ടാക്കുന്നു അത് ഇവിടുത്തെ മുറ്റത്തേക്കും കൈമാറ്റം ചെയ്ത് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് കൂട്ടുകാരുമൊത്ത് പറമ്പിലോ അല്ലെങ്കിൽ അമ്പലം ഗ്രൗണ്ടിലോ കളിക്കാൻ പോയിരുന്നൊരു കാലഘട്ടം. ടയർ ഉരുട്ടി കമ്പ് അടിച്ച് റോഡിലൂടെ പൊയ്ക്കൊണ്ടിരുന്നിരുന്ന ആ ടയറിനെ ആ സ്കൂൾ വിട്ട് വരുമ്പോൾ കാണുന്ന ഏറ്റവും നല്ല വാഹനങ്ങളായിട്ട്, അതായത് ബസ്സായും ലോറിയായും കാറായും ഒക്കെ ആ ഒറ്റച്ചക്രത്തെ മാറ്റിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഇന്ന് വിസ്മൃതി അടഞ്ഞു പോയി. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006 തുടക്കത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ 2006, 2007 കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വസ്തുവായിരുന്നു സെൽഫോൺ എന്ന് പറയുന്നത്. അതിന് മുൻപ് വന്നെങ്കിലും ഇന്ത്യയിലേക്ക് പ്രചാരത്തിൽ വരുന്നത് നമുക്കറിയാം. BPL എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ ഈ പറയുന്ന റിലയൻസിൻ്റെ CDMA ഫോണുകളും, പിന്നീട് നോക്കിയയുടെ കടന്നുവരവ്. അപ്പോഴെല്ലാം കീപാഡാണ്. അതിനുള്ളിലെ ഈ ആപ്പിൾ തിന്നുന്ന പാമ്പിൽ തുടങ്ങി ഇന്ന് ഓൺലൈൻ ഗെയിമുകളും പബ്ജിയും അതുപോലെ തന്നെ ബെറ്റിംഗ് ഗെയിമുകളും അടക്കി ഭരിക്കുന്നൊരു കാലഘട്ടം. ഓൺലൈൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് കൊണ്ട് അവസാനിച്ചപ്പോൾ തുടങ്ങിയ ഇൻസ്റ്റഗ്രാം, ആ ഇൻസ്റ്റഗ്രാമിൻ്റെ പേരിൽ എത്രയോ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. നമുക്കറിയാം കഠിനംകുളം ആതിര കൊലക്കേസ്. ആ കൊലക്കേസ് സംഭവിച്ചങ്ങനെ പ്രതി ജോൺസൺ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആതിരയെ പരിചയപ്പെടുന്നത്. ഭർത്താവ് പൂജാരിയാണ്. പക്ഷേ അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധം പിന്നീട് ലൈംഗിക ബന്ധത്തിലേക്ക് മാറുന്നു. ഒടുക്കം കഴുത്തറക്കപ്പെട്ട് ആ പെൺകുട്ടി കൊല്ലപ്പെടുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ ചൂഷണം ചെയ്യാൻ 1000 പേർ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ ഇത്തരത്തിലേക്ക് ഇതെല്ലാം കലാശിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥ മുഖങ്ങളില്ല. യഥാർത്ഥമായ മുഖങ്ങൾ ഇൻസ്റ്റഗ്രാമിലില്ല. എല്ലാം ഒരു മായയാണ്. കാരണം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടുന്ന ഫിൽറ്ററിൽ ആരും സുന്ദരനാകും. ഉദാഹരണത്തിന് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമാടനെ പോലെ സുന്ദരനാണ്. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ നിറം മാറ്റുന്നു, എൻ്റെ സൗന്ദര്യം മാറ്റുന്നു, എൻ്റെ കണ്ണിൻ്റെ ഭംഗി മാറ്റുന്നു. എല്ലാം മാറ്റി ഞാൻ ഭയങ്കര സുന്ദരനായിട്ടൊരു ഇത് ചെല്ലുമ്പോൾ പെൺകുട്ടികളുടെ സങ്കല്പത്തിലുള്ളൊരു പുരുഷനായിട്ട് ആ യുവാവ് മാറുകയാണ്. അത് അവനൊരു അവസരമായിരിക്കാം.
അതായത് ഈ എല്ലാം കാണുന്നതെല്ലാം തന്നെ സ്വർണ്ണമല്ല, അല്ലെങ്കിൽ മിന്നുന്നതെല്ലാം സ്വർണ്ണമല്ല. അതിൻ്റെ പിന്നിൽ ഈ കാക്കപ്പൊന്നും മിന്നുന്നതാണ്, പക്ഷെ അതിനൊരു 10 പൈസ വിലയില്ലാത്ത സാധനമാണ്. സ്വർണ്ണം മിന്നുന്ന പോലെ തന്നെ മിന്നും. അതുപോലെ തന്നെയാണ്. കാരണം നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇതിൽ ആൺകുട്ടികൾ മാത്രം കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, പെൺകുട്ടികളുമുണ്ട്. ഹണി ട്രാപ്പ് കേസുകൾ നമുക്കറിയാലോ. ഹണി ട്രാപ്പിൽ പാലക്കാട് കൊറോണയുടെ ഗ്യാപ്പിൽ പാലക്കാട് സംഭവിച്ച ഹണി ട്രാപ്പ് കേസിൽ ഇവിടെ വളരെ ഫേമസ് ആയിരുന്ന ഒരു കപ്പിൾ, അതായത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫേമസ് ആയിരുന്ന ഒരു കപ്പിൾസാണ്. ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി ഒരു 2 വിരൽ കനത്തിൽ നെറ്റിയിൽ സിന്ദൂരം തൊട്ടിരുന്ന 14 പവൻ്റെയോ 15 പവൻ്റെയോ സ്വർണ്ണ താലിമാല അണിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയും ഭർത്താവും ഹണി ട്രാപ്പ് കേസിൽ അവർ അറസ്റ്റ് ആവുകയാണ്. ഒരു വ്യാപാരിയെ തട്ടിക്കൊണ്ടുവന്ന് ഹണി ട്രാപ്പ് നടത്തി. ആ ഫോട്ടോ കണ്ടപ്പോഴേക്കും അത് ആ പെൺകുട്ടിയാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു കറുത്ത കുട്ടി. നിറത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാനും കറുത്തിട്ടാണ്. പക്ഷെ നിറം എന്തായെങ്കിലും നിറത്തെ കുറ്റപ്പെടുത്തുകയല്ല. മനസ്സും കറുത്തു പോയാലോ. നമുക്കറിയാം മീശക്കാരൻ വിനീതിനെ നമുക്കറിയാം. ഇൻസ്റ്റാഗ്രാമിലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ജൂനിയർ ഉണ്ണിമൂന്തൻ എന്നാണ് വിളിച്ചിരുന്നത്. പിരിച്ച മീശയും നല്ല പാൽ നിറവുമുള്ള ഉണ്ണിമൂന്തനെ നമ്മൾ കണ്ടതാണ്. ആ ജൂനിയർ ഉണ്ണിമൂന്തനെ നമ്മൾ ഈ പറയുന്ന പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് യഥാർത്ഥ രൂപം എന്താണ്? ചൂഷണം ചെയ്യപ്പെടുവാനായിട്ട് അന്നും ഇന്നും ആളുകൾ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. ചൂഷണം ചെയ്യാൻ, മറ്റൊരു വ്യക്തിയെ ചൂഷണം ചെയ്യുവാനായിട്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് മുൻപ് തൊട്ടേ ആൾക്കാരുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടര ടിപ്പ്, അല്ലെങ്കിൽ വെള്ളിമൂങ്ങ, റൈസ് പുള്ളർ, ഇതൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് ലൈംഗിക ചൂഷണങ്ങളാണ് നടക്കുന്നത്. ഇതിൽ പോക്സോ കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാം തന്നെ ഈ സോഷ്യൽ മീഡിയ വഴി വരുന്നതാണ്. നമുക്കറിയാം ഈ ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം, പാറക്കുളത്തിൽ വീണ് ആത്മഹത്യ ചെയ്ത സംഭവം, അത് BTS, അതായത് ഈ കൊറിയൻ ഗായകൻ്റെ മരണത്തിൽ മനംനൊന്ത്. അതിൽ ഈ കുട്ടിയുടെ പേരിൽ, ഈ കൊറിയൻ ഗായകൻ്റെ പേര് കുട്ടിയോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മറ്റാരോ ആണ്. അതൊരു കൊറിയക്കാരനൊന്നും അല്ല, അതൊരു മലയാളി ഒരുപക്ഷെ കുട്ടിയെ പറ്റിച്ചായിരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, രാഹുലിനോട് ചോദിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തോടാണ്. എന്തിനാണ് നമ്മളുടെ മക്കൾക്ക് മൊബൈൽ? അച്ഛൻ്റെയും അമ്മയുടെയും ഫോണിൽ നിന്ന് സുഹൃത്തുക്കളെ വിളിച്ചുകൂടെ? കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറാം. ഞാൻ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, ഇപ്പോൾ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ പോസിറ്റിവിറ്റി കാണാൻ എപ്പോഴും ശ്രമിക്കണം. എപ്പോഴും നെഗറ്റിവിറ്റികൾ മാത്രം. ഇപ്പോൾ കുട്ടികൾ എന്തിനും ഫോൺ ഉപയോഗിക്കണം എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കാണാൻ ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ അവർക്കുണ്ട്. അവരുടെ ജീവിതം തന്നെ ചെറിയ പ്രായത്തിൽ ഇന്ന് വലിയ രീതിയിൽ സമ്പാദിക്കാൻ കഴിയുന്ന എത്രയോ ചെറുപ്പക്കാരുടെ ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ കൊണ്ടാണ്. അവർക്ക് പുതിയ പുതിയ വഴികളാണ്, ഒരുപാട് വഴികളാണ് അവരുടെ. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം രാഹുൽ. ഒന്ന്, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും മറ്റുള്ള ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളെ ഈ രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കറിയാം. 17 വയസ്സ് 18 വയസ്സിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ടുള്ള 2 കുട്ടികളുണ്ട്. അവരെ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം പെൺകുട്ടികളാണ്. അവർക്ക് ഇപ്പം അതിൽ ഒരാൾക്ക് 18 വയസ്സോ ഒരാൾക്ക് 16-17 വയസ്സേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞത്, അവർ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ ആഘോഷിക്കുകയാണ്, അവരുടെ ഇത് ആഘോഷിക്കുകയാണ്. അവരിന്ന് വരെയും ഒരു കുടുക്കിൽ ചെന്ന് ചാടിയിട്ടില്ല. പക്ഷെ അവരിടയ്ക്ക് എയറിൽ പോകാറുണ്ട്, അതുപോലെ തന്നെ അവർ വൈറലാവാറുണ്ട്. എന്നാൽ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം എന്ന പേരിൽ ഈ പറയുന്ന ഡ്രസ്സ് ഇല്ലാതെ കാണിച്ചുകൊണ്ട്, ഡ്രസ്സ് അഴിച്ച് കാണിച്ചുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന അക്കൗണ്ടുമുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ്. അത് കോടികളാണ്. അതുകൊണ്ട് അതാണ് പറഞ്ഞത്, പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന, ഏറ്റവും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് സോഷ്യൽ മീഡിയ ഒരു ഭാഗപാത്രമായി കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മാറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ പല കമ്പനികളാണെങ്കിലും അവരെല്ലാം എന്തിനാണ് ലക്ഷങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്നത്? അത് അവരുടെ കമ്പനികൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ടും വലിയ മാറ്റങ്ങൾ, വലിയ ആശയങ്ങൾ, ഇതെല്ലാം വലിയൊരു ലോകം തന്നെ ഓരോ ആളുകളുടെയും. ഇപ്പോൾ ചെറിയ ഒരു മൂലയിലിരിക്കുന്ന ഒരാൾ, ഇപ്പോൾ നമ്മൾ പറയല്ലോ കാട്ടുമൂലയിലിരിക്കുന്ന ഒരാൾക്ക് പോലും ഇന്ന് ലോകത്തെ മുഴുവൻ തുറന്ന് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എടുത്തുകൊണ്ട് നെഗറ്റീവ് വശങ്ങൾ മനസ്സിലാക്കി ജീവിച്ചു പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ മാറ്റർ അവസാനിപ്പിക്കാം. ഈ വിഷയം നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി, 1% മൊത്തം എല്ലാവരെയും അടച്ചല്ല പറയുന്നത്. ഇന്നത്തെ തലമുറയിൽ 1% ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലെ റീൽ, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ കാണുന്ന റീൽ, യൂട്യൂബിൽ വരുന്ന ഷോർട്സിലൊക്കെ കാണുന്ന നിറമുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അവരൊരിക്കലും റിയലിലേക്ക് വരുന്നില്ല 1%. എന്നാൽ 1%
റിയാലിറ്റിയിൽ ജീവിക്കുന്നു, റീലിനെ റീലായി കാണുന്നു. ഈ കുടുംബിനികളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ അവസാന ജീവിതം വരെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുക. കുടുംബിനികളോട് മാത്രം അതല്ല പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യമുണ്ടോ? ഭർത്താക്കന്മാരോടും പറയുകയാണ്, നിങ്ങളുടെ ഭാര്യ മാത്രമാകും അവസാന കാലം വരെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുക. അതിനിടയിൽ വന്നു ചേരുന്നതെല്ലാം എല്ലാവരും ഒരേപോലെ നൈമിഷികമാണ്. അതെല്ലാം നൈമിഷികമാണ്. അത് പെട്ടെന്ന് മാഞ്ഞു പോകും. മഴവില്ല് പോലെയാണ്, നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ പെട്ടെന്ന് മാഞ്ഞു പോകും. പിന്നീട് ഇതുപോലുള്ള ദുരന്തങ്ങളിലേക്ക് പോകും. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ചാറ്റുകളൊക്കെ വരുമ്പോൾ ഭാര്യയോടാണെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഒന്ന് കാണിച്ചു കൊടുക്കാം, എടി കണ്ടോ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാം, ചേട്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരെയോ ചേട്ടനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ചാറ്റ് വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു അടിത്തറയിൽ ഒരു കെട്ടുപാടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് സ്വാഭാവികമായിട്ടും എല്ലാവരെ കൊണ്ടും ഒന്നും കഴിയുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതെ.